ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. ചക്ക പുഴുക്ക് അഥവാ മലബാർ സൈഡൊക്കെ ചക്ക കൂട്ടാൻ എന്ന് പറയുന്ന ഈ ഒരു വിഭവം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായി പ്രധാനമായും ആവശ്യമായിട്ടുള്ളത് പച്ചച്ചക്ക, അതേപോലെ തന്നെ അരമുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായും ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ഒരു ചക്ക കൂട്ടാൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പച്ചച്ചക്ക നന്നായി വേവിച്ചെടുക്കാം. ഈ ഒരു പച്ചച്ചക്കയിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ഒരു ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഈ അരമുറി തേങ്ങയും അതേപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ചതച്ച തേങ്ങയും വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്കുള്ള വറവ് നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു അളവിലാണ് ഇതൊന്ന് ചതച്ചെടുത്ത് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചക്കയിലോട്ട് ചേർക്കേണ്ട വറവാണ് തയ്യാറാക്കേണ്ടത്. ഇതേപോലുള്ളൊരു ചട്ടി ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിന് പകരം കുറച്ച് അരിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് പൊട്ടി വരണം. അരിയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്, വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടിയല്ല, ചതച്ച മുളകും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതേപോലെ തന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ വറവ് തയ്യാറായി വന്നിട്ടുണ്ട്. നേരത്തെ വെന്ത് തേങ്ങയും ചേർത്ത് മാറ്റി വെച്ച ചക്കയിലോട്ടേക്ക് ഇതൊന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഈ ഒരു വറവ് ഒന്ന് നന്നായി യോജിച്ചു കൊടുക്കാം. വറവ് എല്ലാ ഭാഗത്തും പിടിച്ചു വന്നിട്ടുണ്ട്, നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിളമ്പാവുന്നതാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.